Hi all, welcome to Competitive Cracker. നമുക്കറിയാം ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ്സ് ഒക്കെ വന്നല്ലേ. 3 സ്റ്റേജ് ആയിട്ടാണ് എക്സാംസ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു റിവിഷൻ്റെ ടൈമിലായിരിക്കും അല്ലേ. ചിലരെങ്കിലും പഠിച്ച് മുന്നോട്ട് എത്താത്ത ആളുകളുണ്ടാവും, പാതി വഴിയിൽ പഠനമൊക്കെ ഉപേക്ഷിച്ച് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ഓർത്തിരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇനി നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു 40 ദിവസത്തിന് താഴെ സമയമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നല്ലൊരു സമയമാണിത്. നമ്മുടെ CCയിൽ ബിഗ് ഡേ ഓഫേഴ്സ് നടക്കുകയാണ്. അപ്പോൾ എല്ലാ കോഴ്സിനും എന്തുണ്ട്? നല്ല ഓഫർ ഉണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക? കോഴ്സ് പർച്ചേസ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് 8590202323 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം തന്നെ, സമയം പാഴാക്കാതെ എത്രയും വേഗം തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ ഫ്രീ ടെസ്റ്റ് അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മളത് മാക്സിമം എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക കേട്ടോ. അത് നമ്മുടെ പഠനത്തിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക? ആപ്പും ഡൗൺലോഡ് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ അപേക്ഷകരുടെ എണ്ണം ഏകദേശം ഒരു 13 തസ്തികകളിലേക്കായിട്ട് എത്ര ആളുകൾ അപേക്ഷിച്ചു എന്നൊരു കണക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട തസ്തികകൾ നമുക്കൊന്ന് നോക്കി പോവാം. ഒന്നാണ് ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, നമ്മുടെ SBCID. അതിൽ ഏകദേശം എത്രയുണ്ട്? 2,56,621 ആളുകളാണ് അപ്ലൈ ചെയ്തിരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഇത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 2,48,572 ആളുകളാണ് അപ്ലൈ ചെയ്തിരുന്നത്. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നമുക്കൊന്ന് നോക്കി പോവാം. അതിൽ മറ്റൊന്നാണ് ഇത് ജൂനിയർ അസിസ്റ്റന്റ്. കുറെ പേര് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് അല്ലേ. അതിൽ നമുക്കറിയാം KSFE KCB അതിലേക്കൊക്കെ ഉള്ള പോസ്റ്റാണത്. അതിൽ ഏകദേശം എത്രയാണ്? 3,95,652 പേരാണ് അപ്ലൈ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ KSRTC സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ അതിലേക്ക് എത്രയാണ്? 3,85,002 ആളുകളാണ് അപ്ലൈ ചെയ്തിരുന്നത് അല്ലേ. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോസ്റ്റാണ് ഇത് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതിൽ ഏകദേശം എത്രയാണ്? 1,55,336 ആളുകളാണ് അപ്ലൈ ചെയ്തിരുന്നത്. അതുപോലെ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 അതിലെത്രയാണ്? 70,200 ആളുകളാണ് അപ്ലൈ ചെയ്തിരുന്നത്. ഓർക്കുക കേട്ടോ. അതുപോലെ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള തസ്തിക ഏതാണ് അപേക്ഷിച്ചിട്ടുള്ളത്? നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് കേട്ടോ. സർവകലാശാലകളിലേക്കുള്ള അസിസ്റ്റന്റ് അതെത്രയാണ്? 4,27,000 ആളുകളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ഏതാണ്? അസിസ്റ്റന്റ് ഡയറക്ടർ അതിലെത്രയാണ്? 1,15,982 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം എത്ര പേരുണ്ട്? ഏകദേശം 26,77,549 ആളുകളാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കണക്കൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം എല്ലാ പോസ്റ്റുകളിലേക്കും എങ്ങനെയായിരിക്കും? നമുക്കറിയാം ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് അല്ലേ. അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും തന്നെ എല്ലാ പോസ്റ്റുകളിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കണക്ക് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഇനിയുള്ള സമയം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കാതെ ഇനിയുള്ള സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏകദേശം കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു 5.5 ലക്ഷം ആളുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇനിയുള്ള ദിവസം ഒന്ന് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ഏകദേശം ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ നീക്കി വെച്ച് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമുക്കറിയാം 3 സ്റ്റേജ് ആയിട്ടാണ് എക്സാം വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? മെയ് 2-നാണ്. രണ്ടാമത്തെ വരുന്നത് മെയ് 16. അതുപോലെ മൂന്നാമത്തെ സ്റ്റേജ് വരുന്നത് ജൂൺ 6-ാം തീയതിയാണ്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ എത്ര സമയം കിട്ടും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക. നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ഇനി നമുക്കൊരു 40 ദിവസത്തിന് താഴെയുള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? കൃത്യം 1 മാസമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളൂ എന്ന് വിചാരിച്ച് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പൊ ഒരു കാര്യം ഓർക്കുക, നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ വെയിറ്റേജ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഈ സബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? എന്നും വർക്കൗട്ട് ചെയ്യുക. ഡെയിലി ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു സമയം നീക്കി വെച്ച് തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ഒരു കട്ട് ഓഫിലേക്കൊക്കെ എത്താൻ സാധിക്കും. അതിന് സഹായിക്കുന്ന സബ്ജക്റ്റുകളാണ് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെയൊക്കെ കട്ട് ഓഫ് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവും ഏകദേശം എത്രയാണ്? ഒരു 60 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് പ്രിലിംസ് മറികടക്കാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, നല്ല രീതിയിൽ ഇനിയുള്ള സമയം എന്ത് ചെയ്യുക? നമ്മൾ വിനിയോഗിച്ച് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ CC എന്ത് അടക്കമാണ്, ബിഗ് ഡേ ഓഫർ അടക്കമാണ്. അപ്പോൾ എല്ലാ കോഴ്സിനും എന്തുണ്ട്, നല്ല ഓഫറുകൾ ഉണ്ട്. വേഗം തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്